അസ്സലാമു അലൈക്കും. ഈസാ നബി ഇറങ്ങി വരും എന്ന് നമ്മോട് പറയുന്നുണ്ട്. എന്നാൽ ഈസാ നബി വന്നു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ കഴിയും എന്നുള്ളതാണ് ഞാൻ ഇപ്പോൾ എടുക്കാൻ പോകുന്നത്. ബൈബിളില് ലൂക്കോസിൽ 21, 25, 27 പറയുന്നത്, സൂര്യനിലും ചന്ദ്രനിലും നക്ഷത്രങ്ങളിലും അടയാളങ്ങൾ ഉണ്ടാവും. അപ്പോൾ മനുഷ്യപുത്രൻ ശക്തിയോടും വലിയ തേജസ്സോടും കൂടെ മേഘത്തിൽ വരുന്നത് അവർ കാണും. അപ്പൊ ഇവിടെ ബൈബിൾ പ്രകാരം അവര് യേശു ക്രിസ്തുവിനെ അഥവാ നമ്മൾ ഈസാ നബിനെ അവർ ദൈവമാക്കിയിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് ബൈബിളിൽ അവസാന കാലഘട്ടത്തിൽ ദൈവത്തിന്റെ കൈകൾ വെളിപ്പെടുന്നു പറയുന്നുണ്ട്. അപ്പൊ ഈ കൈകൾ എന്ന അംശം യഥാർത്ഥ സൃഷ്ടാവിന്റെ ഈ കൈകൾ എന്ന ഒരു അംശത്തെ പറ്റി തെളിവ് കൊണ്ടുവരുന്ന സമയത്ത് ഇവരെ വിശ്വാസപ്രകാരം അത് ഈസാ നബിയുടെ വരവായിട്ടാണ് ഇവർ കാണുന്നത്. അഥവാ ഈസാ നബി വരുമ്പോഴാണ് ഈ പ്രപഞ്ചത്തിൽ ഈ ശക്തി വെളിപ്പെടുന്നത് എന്നുള്ള വിശ്വാസപ്രകാരമാണ് ബൈബിളിൽ ഉള്ളത്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈസാ നബി ഒരു പ്രവാചകനാണ്, ഈ സത്യമായിട്ടാണ് വരുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതാണ് സൂര്യനിലും ചന്ദ്രനിലും നക്ഷത്രങ്ങളിലൊക്കെ അതിന്റെ അടയാളങ്ങൾ ഉണ്ടാവുന്നത്. അപ്പോൾ നമ്മൾ സൃഷ്ടാവിന്റെ കൈകൾ എന്ന അംശത്തിന്റെ തെളിവ് മനസ്സിലാക്കിയ സ്ഥിതിക്ക് അതിന്റെ പ്രവർത്തനങ്ങളാണെല്ലാം ഇതിൽ അടങ്ങിയിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക.